ശരിക്കും ഞാൻ ഈച്ച് ഹൈക്കിങ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഈ ദാബയിൽ ചപ്പാത്തി ഉണ്ടാക്കണ കണ്ടില്ലേ, അവിടെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോണത് കേരളം തൊട്ട് കാശ്മീർ വരെ ഫ്രീ ആയിട്ട് എങ്ങനെ പോകാമെന്നാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാലോചിക്കും കേരളം തൊട്ട് കാശ്മീർ വരെ എങ്ങനെ ഫ്രീ ആയി പോകുന്നു. കേരളം തൊട്ട് കാശ്മീർ വരെ ഞാൻ പോകാൻ പോകുന്നത് ഈച്ച് ഹൈക്കിംഗ് ആണ്. ഈച്ച് ഹൈക്കിംഗ് പറഞ്ഞാൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇപ്പോൾ പാലക്കാട് തൊട്ട് ബാംഗ്ലൂർ അങ്ങനെ ഡെസ്റ്റിനേഷൻ ഉണ്ടാകും. ആ ഡെസ്റ്റിനേഷൻ വരെ നമ്മൾ ലിഫ്റ്റ് ചോദിച്ചിട്ടായിരിക്കും മൊത്തം ഈ സീരീസ്. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈച്ച് ഹൈക്കിങ്. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് ദൂരം വരെ പോയിട്ടുണ്ട്, ഓരോ ഇന്ത്യൻ്റെ ഓരോ മൊക്കിലും പോയിട്ടുണ്ട്. പക്ഷേ ഈച്ച് ഹൈക്കിങ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാനും ത്രില്ലറാണ് എങ്ങനെ ഇത് പൂവും നോക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയിൽ കയറിയിരിക്കണം. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ കയറിയപ്പോൾ ഭയങ്കര അതിശയിച്ചു കേട്ടോ. വണ്ടി ഫുൾ AC, ഫുൾ സെറ്റപ്പ്. ഞാൻ കാണിച്ചു. ഞാൻ ഇത് ഫസ്റ്റാണ് ലോറിയിൽ പോണത്. അതും പോലെ ഇത്ര മോഡേണായിട്ട് കാണുന്ന ലോറി ഇതാണ്. അശോക് ലെലാൻസിൻ്റെ ആണല്ലോ കേട്ടോ. അത് ഭാരത് ബെൻസിൻ്റെ വണ്ടി എന്ന് പറയും. ഭയങ്കര അഡ്വാൻസ്, ഫുൾ AC. നമ്മൾ ശരിക്കും കാറിൽ പോണ ഫീലാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് വണ്ടി പോയിട്ടില്ല. ഇതാണ് വണ്ടർ ഉള്ളു, ഫുൾ സെറ്റപ്പാണ്. ഇതാണ് എനിക്ക് ഏട്ടൻ ലിഫ്റ്റ് തന്നത്. ഏട്ടൻ പേരെന്താ ഏട്ടാ? ഷാജർ. ഏട്ടനാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. ഏട്ടൻ അടുത്ത ടോൾ പ്ലാസ വരെ എന്നെ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. കണ്ടോ വണ്ടിയിൽ ഫുൾ AC. ഇതാ ഇവിടെയൊക്കെ ഫുൾ ഇത് AC ഇല്ലല്ലേ, ഇതാ ഇവിടെയൊക്കെ ഫുൾ AC ആണ്. കണ്ടോ അഡ്വാൻസ്. നമുക്ക് ശരിക്കും ഒരു കാറിൽ പോകുന്ന ഫീലാണ് ഈ വണ്ടിയിൽ പോകുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്. നല്ല സ്മൂത്തും സസ്പെൻഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് വണ്ടിയിലെ. നമ്മുടെ ഫസ്റ്റ് പാലക്കാട് കോയമ്പത്തൂർ ടോൾ പാസ് എത്തിയിട്ടൊക്കെ ഉണ്ടോ. ഇപ്പോൾ ശരിക്കും ഒഫീഷ്യലായിട്ട് നമ്മൾ കേരളം കടന്നു. ഇനി തമിഴ്നാട്ടിലേക്കാണ് നമ്മുടെ എൻട്രി. ശരിക്കും ഈ മഴ സമയത്താണ് നമ്മുടെ പാലക്കാട് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായ സമയം. ഈ മഴ സമയത്ത് നിങ്ങൾ ട്രെയിനിൽ പാലക്കാട് ടു കോയമ്പത്തൂർ ട്രെയിനിൽ പോയി നോക്കണം. അവിടെ നല്ല സൂപ്പർ നേച്ചറിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറെ ലെവലായിരിക്കും അവിടെ. നമുക്ക് ട്രെയിനിൽ പോയാൽ അറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വ്യൂസൊക്കെ കാണാൻ പറ്റും. കണ്ടോ ഫുള്ള് മലയൊക്കെ ഫുൾ ക്ലൗഡായിട്ട്. ഈ എന്താ പറയുക, ഈ മഴക്കാലത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇത്ര നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങുള്ളൂ. ശരിക്കും ഈ ബോർഡറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ ലോട്ടറി കടകൾ കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടും, ഇത് മലബാർ സിമെൻറ്റ്സ് ആണ്. ഈ മലബാർ സിമെൻറ്റ്സിൻ്റെ അങ്ങോട്ട് ഫുൾ നിറയെ ലോട്ടറി കടകളായിക്കണ്ട. കേരള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇത് ഇനി ഫുള്ള് കാണണമെങ്കിൽ ചെറുത് കാണണമെങ്കിൽ ലോട്ടറികളാണ്. കണ്ടോ ഈ തമിഴ്നാട് ഈ ലോട്ടറി നിരോധിച്ച കാരണം നമ്മുടെ ഈ വാളയാർ നിറയെ ലോട്ടറി കടകൾ കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഹൈവേയിൽ പോകണ അവിടെ കുറേ കടകളുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇതാണ് മലബാർ സിമെൻറ്റ്സ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സിമെൻറ്റ് ഫാക്ടറിയാണ് ഈ മലബാർ സിമെൻറ്റ്സ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇത് കണ്ടില്ല, അതാ ലോട്ടറി വെക്കണല്ലേ. ഈ തമിഴ്നാട് ലോട്ടറി നിരോധിച്ച കാരണമാണ് കേരള ബോർഡറിൽ നിറയെ ലോട്ടറി കടയുണ്ടാവും. നമുക്ക് ഈ ഹൈവേയിൽ പോകണമൊക്കെ കാണാം. ഇപ്പോൾ അടുത്ത ലോട്ടറി കട ഇത് കണ്ടില്ല, അടുത്ത ലോട്ടറി കട. നമ്മൾ ഇപ്പോഴാണ് ഒഫീഷ്യലായിട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റാണ് അവിടെ കാണുന്നത്. ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇത് കേരളം, ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറം തമിഴ്നാടാണ് കേട്ടോ. ശരിക്കും നമ്മളെ കോയമ്പത്തൂർ കൊണ്ടുവന്നിറക്കി. ഈ കോയമ്പത്തൂർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സിഗ്നലിലാണ്. ഇവിടുന്നാണ് നേരെ സേലത്തേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ ഇവിടെ നിറയെ വണ്ടികൾ കിട്ടും പറഞ്ഞു. ഏട്ടന് ആ വേറെ സൈഡിൽ കൂടെയാണ് പോകേണ്ടായിരുന്നു.
കുറേ നേരമായിട്ട് ഞാൻ കോയമ്പത്തൂർ ബൈപ്പാസ് നിൽക്കുന്നത്, ഇതുവരെയായിട്ട് ഒരു വണ്ടി ലിഫ്റ്റും കിട്ടിയില്ല. നമ്മൾ ചോദിക്കുന്നുണ്ട്, മാക്സിമം വണ്ടി ലിഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നു. എനിക്ക് ലിഫ്റ്റ് തന്നത് ഈ ഏട്ടനാണ്. ഈ ഏട്ടൻ മഹാരാഷ്ട്രക്കാരനാണ് കേട്ടോ. പക്ഷേ എനിക്ക് അവിടെ ആ കോയമ്പത്തൂർ ഹൈവേ നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്നപ്പോൾ എനിക്ക് വണ്ടികളെ കിട്ടിയില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പോകണം. അവിടെ ആ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നിറയെ വണ്ടികൾ കിട്ടുമെന്നാണ് പറയുന്നത്. ആൾ പറയുന്നത് നമ്മൾക്ക് ശരിക്കും കേരള കോയമ്പത്തൂർ ഇവിടെ വണ്ടികൾ ലിഫ്റ്റ് ചോദിക്കാൻ വണ്ടികൾ കിട്ടാൻ കുറേ പാടെന്നാണ് പറയുന്നത്. എന്താ കാരണം, അധികം ഫാക്ടറികളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ നമ്മൾ ബാംഗ്ലൂർ കർണശേഷം കഴിഞ്ഞാൽ നമുക്ക് നിറയെ ലിഫ്റ്റ് കിട്ടുമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും ഇനി നമ്മുടെ സീരീസ് പറയുന്നത് കേരള ടു കാശ്മീർ ക്രോസിങ് ഇന്ത്യ ഫോർ ഫ്രീ എന്നാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 30 to 40 ദിവസം നമ്മൾ ഇനി കാശ്മീരിക്ക് പോകാൻ ലിഫ്റ്റ് ചോദിച്ചു പോകാനുള്ള എന്താ പറയുക വീഡിയോ ആയിരിക്കും മൊത്തം വരിക. അപ്പോൾ മാക്സിമം നമ്മൾ ഇനി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇതേപോലത്തെ വെറൈറ്റി കണ്ടൻറ്റ് കൊണ്ടുവരാൻ നോക്കും. ശരിക്കും ഇവിടുന്ന് ബാംഗ്ലൂർ പറയുന്നത് 347 കിലോമീറ്റർ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയുന്നത് ബാംഗ്ലൂരാണ്. കണ്ടില്ലേ, 347 കിലോമീറ്റർ. വണ്ടി കുറേ നേരം ഓടിയ ശേഷം ഇപ്പോൾ ഡ്രൈവർ ഏട്ടൻ വണ്ടി ചെക്ക് ചെയ്യണം. വണ്ടി എന്താ പറയുക കറക്റ്റായിട്ടുണ്ടോ. അപ്പുറത്തെ ആളുടെ കൂട്ടുകാരൻ ഒരു BS6 വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടി കാണില്ലേ, ആൾ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യണം അവരിപ്പോൾ ചെയ്യുന്നത്, വണ്ടി നിർത്തുന്നത്. നമ്മൾ ഇപ്പോൾ ഹൈവേയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന ഏട്ടൻ കണ്ടില്ല ചെക്ക് ചെയ്യണത്. വണ്ടി കറക്റ്റല്ലേ, ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഏട്ടന്മാർക്ക് കറക്റ്റ് ഇത്രയും വലിയ വണ്ടിയായ കാരണം ഓട്ടിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ല, ഏട്ടൻ ചെക്ക് ചെയ്യണം വണ്ടി എങ്ങനെയൊക്കെയാണ് കറക്റ്റായി ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ വണ്ടി കാണില്ലേ, ഈ വണ്ടി ശരിക്കും ടാറ്റയുടെ BS6 വണ്ടിയാണ്. അപ്പോൾ ഈ BS6 വണ്ടിക്ക് കൂളൻ്റ് നിറക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ടാറ്റയുടെ വണ്ടിയിൽ നിന്ന് ഇവിടെ അതായത് കൂളൻ്റ് വാങ്ങിച്ചിട്ട് അവർ വണ്ടിയിൽ നിറയ്ക്കാൻ പോകും. ഇപ്പോൾ അവർ വണ്ടിയിൽ കൂളൻ്റ് നിറയ്ക്കാൻ പോകുന്നത്, ഷോപ്പിൽ നിന്ന് കൂളൻ്റ് വാങ്ങിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഇതാണ് കാണുന്നത്. കണ്ടോ, ഹലോ ശരിക്കും ഇതാണ് വണ്ടിയുടെ കൂളൻ്റ് ടാങ്ക്. ഇതിലേക്ക് ഇപ്പോൾ ഏട്ടൻ അവിടെ പോയിട്ട് കൂളൻ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂളൻ്റ് നിറയ്ക്കാനാണ് കാണുന്നത്. भैया कितना किलोमीटर में ये डालना पड़ता है? 1500-2000 किलोमीटर. ओ 2000 है ना. हाँ 2000 तो 1000 किलोमीटर ഈ കൂളൻ്റ് നിറച്ചുകൊണ്ടിരിക്കണം. ये क्यों പൊല്യൂഷൻ കം करने के लिए. ശരിക്കും ഇപ്പോൾ വരുന്ന BS6 വണ്ടികളൊക്കെ പൊല്യൂഷൻ കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ നിറയ്ക്കുന്ന സാധനമാണ് ഈ കൂളൻ്റ്. ഇപ്പോൾ ഏട്ടൻ അവിടെ ടാറ്റയുടെ ആ കമ്പനിയിൽ പോയിട്ട് കൊണ്ടുവന്ന് ചെയ്താണ് ഇത്. കൂളൻ്റ് നിറച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇനി പോണത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മൾ കൂളൻ്റ് നിറച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ വണ്ടി കയറാൻ വേണം. ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ബാംഗ്ലൂർക്കും പോണത്. भाई नहीं खुला है. जोर से मारना पड़ेगा. हाँ जोर से. ഇപ്പോൾ സേലം ഹൈവേയിൽ നമ്മൾ നിൽക്കാൻ പോകുന്നത്. നിന്ന് കഴിഞ്ഞിട്ട് നേരെ അവർ കുറച്ച് ചായയും റിഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് ബാംഗ്ലൂർക്ക് പുറപ്പെടുക. ടോൾ പാസ് ചെയ്യുന്ന 500 മീറ്റർ വിട്ടിട്ട് ബാക്കിലാണ് നമ്മൾ അവിടെ കാണുന്നതാണ് സേലം ഹൈവേ ടോൾ പ്ലാസ. അവിടെ വിട്ടിട്ട് തന്നെ ഇത് കണ്ട് നൊങ്ക്. ഈ നല്ല ചൂടാണ് ഇപ്പോൾ തമിഴ്നാട്, നമ്മളെ കേരളം പോലെയല്ല, ഭയങ്കര ചൂട്. ഇളനീര് വിൽക്കുന്നത് അതും പോയാണ്ട് അത് ദൃഷ്ടിക്കുള്ള ബൊമ്മകളില്ലേ. അവർക്ക് ഭയങ്കര ബിസിനസ്സാണ് കേട്ടോ തമിഴ്നാട്ടുകാർക്ക്. അവരിപ്പോൾ ഒരു XL തന്നെ ഇതാ ഈ ഡിസ്ട്രിക്ട് ബൊമ്മ, പിന്നെ ഈ മാറ്റ് ഈ ലോറികളിലൊക്കെ വിരിക്കും. അതൊക്കെയാണ് വിൽക്കുന്നത്. ഇതൊരു XL ആണ്. XL വിൽക്കണം അവരിതും. അതേപോലെ തന്നെ XL തന്നെ വിൽക്കുന്നത് അതാ അവിടെ ഇളനീര്. പിന്നെ അത് ഇവിടെ കണ്ടില്ല കുറേ ഏട്ടന്മാർ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് നൊങ്ക് വിൽക്കുന്നത്.
കണ്ടോ നൊങ്ക് വെക്കണ കണ്ടോ? ഈ കത്തിയൊക്കെ ഭയങ്കര ഷാർപ്പ് ഏട്ടന്മാരെ കണ്ടോ? ഇവരൊക്കെയാണ് ഈ ഹൈവേൻ്റെ സൈഡിൽ നിന്ന് നൊങ്ക് വെക്കണത്. നമ്മൾ സേലം ഹൈവേ എത്തിയപ്പോൾ ഒരു നമ്മളെ ഡ്രൈവർ ഏട്ടന്മാർ ദാബയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ ദാബ പറയുന്നത് ശരിക്കും സ്പെഷ്യൽ ഹിന്ദിക്കാരുടെ ഫുഡായിരിക്കും. ഇവിടെ എന്താ പറയുക, നമ്മുടെ ചപ്പാത്തിയും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും. അതും പോലാണ്ട് ഇവർക്ക് ദാബയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തുണി കഴുകാം, അതും പോലാണ്ട് കുളിക്കാം, ഫ്രഷ് ആവാം. എന്നിട്ട് ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതും പോലാണ്ട് ഭയങ്കര ചീപ്പായിരിക്കും ഈ ദാബയിൽ. അപ്പോൾ ഇപ്പോൾ ഏട്ടന്മാർ ഫുഡ് കഴിക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടേബിളെല്ലാം ഉണ്ടാവുക. ഈ ടേബിളല്ല നമ്മൾ ഇതേപോലത്തെ ഈ കടക്കുകളിൽ പോയി നമ്മളവിടുത്തെ ഓരോ കടക്കയും ഉണ്ടാവില്ല, അതേപോലത്തെ കടക്കുകളിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അതും ഇവർ ഫുഡ് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ടേബിളിലായിരിക്കും. ഈ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ കഴിച്ച് പോവുകയാണ്. അതും പറയുന്നത് ഇവിടെ കുറേ വണ്ടികളുണ്ടാവും കേട്ടോ. ഈ സൈഡും ദാബ ശരിക്കും നിങ്ങൾ ഹൈവേ കൂടെയൊക്കെ പോകുകയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ദാബകളിലൊക്കെ കഴിച്ചാൽ നല്ല ഫ്രഷും, അവർ എന്താ പറയുക, ഇത്രയും പേര് വരുന്ന കാരണം അവർ ഫ്രഷ് ഫുഡായിരിക്കും. നമുക്ക് ഇന്നലത്തെ മിലിങ്ങാനത്തെ ഫുഡൊന്നും കാണാൻ പറ്റില്ല ഇവിടെ. ഇങ്ങനെ ഈ ദാബയിൽ ചപ്പാത്തി ഉണ്ടാക്കണ കണ്ടില്ലേ, അവിടെ വലിയ അതിൽ ചൂടും. അത് കഴിഞ്ഞിട്ട് ഇവർ ചപ്പാത്തി നല്ല ഫ്ലഫി ആവാൻ വേണ്ടിയിട്ട് ഇവർ ഇതിലാണ് ഈ ചൂളയിൽ ചുട്ടിട്ട് അവർ അപ്പുറത്ത് സർവ് ചെയ്യാൻ ചെയ്യുക. കണ്ട ഫ്രഷ് സാധനമായിരിക്കും, അപ്പം ചുടുന്ന സാധനമായിരിക്കും. കണ്ടില്ലേ ചപ്പാത്തി പൊങ്ങനെ കണ്ടില്ലേ. ഈ കേരള ടു കാശ്മീർ ട്രിപ്പ് ഫസ്റ്റ് നമ്മുടെ സ്റ്റേജ് പറയുന്നത് പാലക്കാട് കേരളത്തിൽ നിന്ന് പാലക്കാട് ടു ബാംഗ്ലൂർ വരെയാണ്. ഈ പാലക്കാട് നിന്ന് ബാംഗ്ലൂർക്ക് ഒരു 360-344 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പാലക്കാട് നിന്ന് നേരെ ലിഫ്റ്റ് ചോദിച്ചിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ബാംഗ്ലൂരാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഇതേപോലെ തന്നെ നമ്മൾ കുറേ സ്റ്റേറ്റുകൾ കവർ ചെയ്യും. 8 സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയാണ് നമ്മൾ കവർ ചെയ്യുക. സൗത്ത് ഇന്ത്യയിലെ 13 സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇനി ഇതേപോലെ നമ്മുടെ വീഡിയോ ഫുൾ കേരള ടു കാശ്മീർ ക്രോസിംഗ് ദ ഇന്ത്യ ഫോർ ഫ്രീ, എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കേരള ടു കാശ്മീർ പോവാം. ഇത് ശരിക്കും നമ്മൾ കോയമ്പത്തൂരിന് ഈ വണ്ടിയിലാണ് വന്നത്, വലിയ വണ്ടിയാണ്. ഇതിലാണ് നമ്മുടെ കാറ് നമുക്ക് ഓരോ ട്രാൻസ്പോർട്ട് ചെയ്യില്ലേ, കാറൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ വണ്ടിയിലാണ് നമ്മൾ കോയമ്പത്തൂർ ടു ബാംഗ്ലൂരും പോണത്. അപ്പോൾ ഏട്ടന് ബാംഗ്ലൂരാണ് ഇറക്കേണ്ട സാധനം. അപ്പോൾ നമ്മൾ പോണത് ഈ വണ്ടിയിൽ. എത്ര വലിയ വണ്ടി കണ്ടോ, സൂക്ഷിച്ച് ഓടിക്കാൻ. നമുക്ക് വിചാരിച്ച പോലെ അത്ര ഫാസ്റ്റിലൊന്നും ഈ വണ്ടിയിൽ പോകാൻ പറ്റില്ല. നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കണം. അതേരം വണ്ടി മെല്ലെ സ്ലോയിലാണ് മൂവ് ചെയ്യുന്നത്. സേലം ബാംഗ്ലൂർ ഹൈവേ പറയുന്നത് നമ്മൾ ഇനി പോകാൻ പോണത് ഫുള്ള് ഹൈറ്റിക്കാണ്. ഇവിടെ ഫുള്ള് മലകളാണ് കണ്ടോ. ഈ സൈഡായാലും ഫുൾ മലകളാണ്. ഈ മലകൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സേലത്തിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. അവിടുന്ന് കണ്ട കാഴ്ചകളാണ് ഫുള്ള് കണ്ട. ഈ സൈഡായാലും ഫുള്ള് മലകളാണ്. നമ്മൾ ഫുൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ.
നമ്മളങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു, പാലക്കാട് നിന്ന് പുറപ്പെട്ടു. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഈ വണ്ടിയിൽ തന്നെ കറന്നു കേട്ടോ. ഈ വണ്ടിയിൽ കറന്ന് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇനി ബാംഗ്ലൂരിൽ നമുക്ക് കാഴ്ചകൾ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാംഗ്ലൂരിൻ്റെ കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നിങ്ങളെ ഓരോ ലൈക്കും സബ്സ്ക്രൈബ് ലൈക്കും നമുക്ക് ഇതേപോലെ വീഡിയോകൾ നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും.